ജനങ്ങൾ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് അവിടെ വളരെ ശോചനീയാവസ്ഥയാണ്. അതായത് ജനങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് വളരെ ശോചനീയാവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അടിയന്തരമായിട്ട് അവിടേക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? വളരെ ശോചനീയാവസ്ഥയാണ്. നിങ്ങൾക്കിപ്പം വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഒരു ചെറിയൊരു ചീള് പീസ് ആണെങ്കിൽ പോലും അത് ജനങ്ങളുടെ തലയിലേക്ക് വന്ന് വീണാൽ, വാക്കല്ലാതെ വന്ന് വീണാൽ തീർച്ചയായും മരണം വരെ സംഭവിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ആ പഴയ ബസ് സ്റ്റാൻഡിനകത്ത് ആ ബസ് സ്റ്റാൻഡിന്റെ പഴക്കം ഉണ്ട്. ആ പഴക്കത്തിന് പ്രശ്നമുണ്ട്. അവിടുത്തെ ബലക്ഷയെ സംബന്ധിച്ച് നോക്കാനായിട്ട് കളക്ടർ ഇടയ്ക്ക് പരിശോധന നടത്തിയിരുന്നു. എഞ്ചിനീയർമാർ വന്നിരുന്നു. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ തൽക്കാലം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ നോക്കുന്നുണ്ട്. KSRTCയുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞാനും MLA എല്ലാം ഞങ്ങളൊക്കെ പിന്നെ സ്ഥിരമായി കാണുന്ന സ്ഥലം തന്നെയാണ്. എങ്കിലും നോക്കി അതിന് ഇത് ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്കാണ് അത് വേണ്ടി വരിക. ആ സമയം വരെ അത് സ്ട്രെങ്തൻ ചെയ്ത് നിർത്താനുള്ള പരിപാടികൾ ഉണ്ടാവും. പിന്നെ അവിടെ തന്നെയാണ് പഴയ കാന്റീനൊക്കെ നിൽക്കുന്ന സ്ഥലം. അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടേക്ക് ഗാരേജൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഒന്നുകൂടി അതിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കാനായിട്ട് എഞ്ചിനീയർമാരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ടെക്നിക്കൽ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ ഈ ഉപ്പുകാറ്റൊക്കെ അടിക്കുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് ഈ സിമെൻറ്റും ഒക്കെ ഇങ്ങനെ നടന്നു വരുന്നത്. കായലിൻ്റെ കരക്കാണല്ലോ, നല്ല ഉപ്പുകാറ്റ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെ നോക്കി അതിനെങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നിൽക്കാനും പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയട്ടെ. അവർ പറയുന്നതനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗവൺമെൻറ് നിലപാടെടുക്കും. എന്തായാലും ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒത്തിരി വളരെയേറെ താമസിക്കാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു. കാരണം പണം അനുവദിച്ചിട്ടുണ്ട്, ബാക്കി ഡിസൈൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും പരിശോധനകളാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ഒരു നിർമ്മാണം നടത്തുന്ന ഒരു കമ്പനിയെയോ കോൺട്രാക്ടറെയോ കോൺട്രാക്ട് കമ്പനിയോ ഒക്കെ വരികയും KSRTC അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ എത്രയും പെട്ടെന്ന് വരും. ഇപ്പം നിലവിലുള്ള സംവിധാനം ഒന്നുകൂടി പരിശോധിച്ച് അത് ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് അവിടെ യാത്രക്കാർക്ക് തൽക്കാലം ഈ സൗകര്യം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് KSRTCയുടെ അവരുടെ ഈ ടെക്നിക്കൽ വിങ്ങിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോടുണ്ട്. നമ്മുടെ ജില്ലാ കളക്ടർ തന്നെ അതിന് പരിശോധന നടത്തുന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. എഞ്ചിനീയറിംഗ് വിങ്ങിൽ നമ്മുടെ PWDയുടെ എഞ്ചിനീയർമാരുണ്ട്. അപ്പോൾ അവരൊന്നുകൂടെ പരിശോധിച്ചു. ഇതായിരുന്നു എന്റെ ചോദ്യത്തിന് മന്ത്രി നൽകിയ മറുപടി. അതായത് നിലവിലത്തെ അവസ്ഥ പരിശോധിക്കുവാൻ വേണ്ടി പ്രത്യേക ടീം അംഗങ്ങൾ വരുമെന്നും അതിനുശേഷം അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ തുടങ്ങും എന്നാണ് മന്ത്രി അറിയിച്ചത്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഈ കാണുന്ന കോൺക്രീറ്റ് പാളികൾ പലപ്പോഴായി ഇടിഞ്ഞ് വീണിട്ടുള്ളതാണ്. ഈ ഇടിഞ്ഞു വീണ സമയങ്ങളിൽ അതിന് താഴെയായി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികളോട് പറയുവാനുള്ളത്, കൊല്ലത്ത് തീർച്ചയായും ഒരു പുതിയൊരു KSRTC ബസ് സ്റ്റാൻഡ് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അത് പണിഞ്ഞു വരുവാൻ കാലതാമസമെടുക്കും. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴാതിരിക്കുവാൻ വേണ്ടി എന്ത് നടപടികളാണ് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടത്, അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യണം. ആദ്യം ഇക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ലായെങ്കിൽ പൊതുജനങ്ങളുടെ ജീവൻ അപകടത്തിലായേക്കാം.